ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് മെയ് 14, 2025 ബുധൻ. വാർത്തകളിലേക്ക്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ തന്റെ മിടുക്കൂലമെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര കരാർ ചർച്ചകൾ ഉപയോഗിച്ചാണ് ഇരു രാജ്യങ്ങളെയും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചതെന്നും 4 വർഷം നീളേണ്ട സംഘർഷമാണ് താൻ അവസാനിപ്പിച്ചതെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായുള്ള സൗദി സന്ദർശനത്തിനിടെയായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ TRFന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് കമാൻഡർ ഷാഹിദ് കൂട്ടെ സൈനികവുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ജമ്മു കാശ്മീർ അതിർത്തിയിലെ മേഖലയായ ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലാണ് സംഭവം. മറ്റ് 2 ഭീകരർ കൂടി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. 3 ഭീകരരിൽ 2 പേരെയാണ് തിരിച്ചറിഞ്ഞത്. ഷോപ്പിയാൻ സ്വദേശി അദ്നാൻ ഷാഫിയാണ് കൊല്ലപ്പെട്ട രണ്ടാമൻ. ഇന്ത്യൻ പാകിസ്ഥാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളി ഇന്ത്യ വെടിനിർത്തലിന് പിന്നിൽ ഒരു രാജ്യവും മധ്യസ്ഥം വഹിച്ചില്ലെന്ന് പറഞ്ഞ വിദേശകാര്യ വക്താവ് അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെട്ട നിലയിൽ വ്യാപാര ചർച്ചകൾ നടന്നില്ലെന്നും വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിൽ 3ാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. കാശ്മീരിലെ ഏക വിഷയം പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് കൈമാറുക എന്നതാണെന്നും ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കിയാണ് പാകിസ്ഥാൻ സൈനിക നീക്കം നിർത്തിയെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും സൈനിക DGOമാർ തമ്മിൽ മാത്രമാണ് ചർച്ച നടന്നതെന്നും ഇന്ത്യയുടെ ഈ നയം പല ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടാവുമെന്നും ആരും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ലെന്നും അമേരിക്ക നടത്തിയ സംഭാഷണത്തിൽ വ്യാപാരം ചർച്ചയായിട്ടില്ലെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിച്ചു. ജുഡീഷ്യൽ വിശ്വസിക്കാൻ ജനങ്ങളോട് ആജ്ഞാപിക്കാൻ കഴിയില്ലെന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. ജനവിശ്വാസം എടുക്കേണ്ടതുണ്ടെന്നും വിരമിച്ച ശേഷം ഒരു തസ്തികയ്ക്കും സ്വീകരിക്കില്ലെന്നും നിയമ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമാവുമെന്നും സഞ്ജീവ് ഖന്ന പറഞ്ഞു. ജസ്റ്റിസ് BR ഗവായ് രാജ്യത്തിന്റെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഇന്ന് ചുമതലയേൽക്കും. രാഷ്ട്രപതി ഭവനിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുതിയ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഇലക്ട്രൽ ബോണ്ട് കേസ്, ബുൾഡോസർ രാജിനെതിരായ വിധി എന്നിവയടക്കം സുപ്രധാന വിധി ന്യായങ്ങളുടെ ശ്രദ്ധേയനായ അദ്ദേഹം മുൻ കേരള ഗവർണറായിരുന്ന RS ഗവായിയുടെ മകനാണ്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു സർക്കാർ. 4 ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ബാക്കി 6 ലക്ഷം രൂപ വനം വകുപ്പ് തനത് ഫണ്ടിൽ നിന്നും ആയിരിക്കും ലഭ്യമാക്കുക. ആക്രമണം വനത്തിൽ ആയാലും പുറത്തായാലും ധനസഹായം ലഭിക്കും. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപയാണ് സഹായധനമായി ലഭിക്കുക. കോൺഗ്രസിന്റെ മുനമ്പം ഐക്യദാർഢ്യ സദസ്സിന് 15 നടക്കുമെന്ന് എറണാകുളം DCC അറിയിച്ചു. മുനമ്പം വിഷയം വർഗീയ ചേരിതിരിവിന് ഉപയോഗിക്കുന്ന BJP CPM കൂട്ടുകെട്ടിനെതിരെയും കുഴിയഴിപ്പിക്കലിനെതിരെയും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ മുനമ്പം ഐക്യദാർഢ്യ സദസ്സ് നാളെ വൈകിട്ട് 5 മണിക്ക് ചേറ ജംഗ്ഷനിൽ നടക്കുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതായി പുതിയ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ദില്ലിയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. പുനഃസംഘടനയിലെ തുടർ നടപടികൾ എപ്പോഴെന്നത് നേതൃതലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 7 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതോടെ 56 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്നലെ 14 പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതോടെ ആകെ 166 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ബിഗ് ബോസ് താരം അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പോലീസ്. സോഷ്യൽ മീഡിയ വഴി ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന പരാതിയിലാണ് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തത്. BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഖിൽ മാരാർ സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. വീഡിയോയിലെ ഉള്ളടക്കം രാജ്യവിരുദ്ധമെന്നായിരുന്നു പരാതി. യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ടെന്നും എന്നാൽ അത് ആത്മഹനം അമേരിക്ക പണയം വെച്ചിട്ടാവരുത് എന്നും അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ലോകത്തിലെ തൊഴിലവസരങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. മന്ത്രി P രാജുവിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മണ്ഡലത്തിലെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംഘടിപ്പിച്ച പബ്ലിക് സ്ക്വയർ പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷവർമ കഴിക്കുന്നതിനെതിരെ RSS മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യ പത്രാധിപർ NR മധു കൊല്ലത്ത് നടന്ന പരിപാടിയിലാണ് ഷവർമയ്ക്കെതിരെ RSS നേതാവ് രംഗത്തെത്തിയത്. ആഹാരം തൃപ്തി തുടരണമെങ്കിൽ ഇപ്പോൾ അറേബ്യൻ ഫുഡ് കഴിക്കണമെന്നാണ് ചിന്താഗതിയെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കോടാഞ്ചേരി നാരങ്ങത്തോട് പതങ്കയത്ത് അപ്രതീക്ഷിതമുണ്ടായ മലവെള്ളപ്പാച്ചിൽ 150-ലേറെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഇന്നലെ വൈകിട്ട് 4:30-ഓടെയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടായിരുന്നവർ പുഴയുടെ ഇരുകരകളിലേക്ക് മാറിയെന്ന് വലിയ അപകടം ഒഴിവാക്കി. അതേസമയം
നിയന്ത്രിത മേഖല മറികടന്ന് മുകളിലേക്ക് കയറിയ 3 പേർ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങിയത് ആശങ്കയുണർത്തി. അപകട മേഖലയിലെത്തിയ മുക്കം അഗ്നിരക്ഷാസേന 3 പേരെയും സുരക്ഷിതമായി താഴെ ഇറക്കുകയായിരുന്നു. ആസം സ്വദേശിയായ പെൺകുട്ടിയെ ജോലി വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെത്തി പെൺ വാണിഭ കെണിയിൽ കുടുക്കിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ആസം സ്വദേശിയായ യുവാവിനെയും യുവതിയും ഒഡീഷയിൽ നിന്നുമാണ് കസ്റ്റഡിയെടുത്തത്. ഇതര സംസ്ഥാനക്കാരായ നിരവധി പേരെ ഇവർ വലയിലാക്കിയെന്നാണ് സൂചന. ഫുർഖാൻ അലി, അക്ലീമ ഖാത്തും എന്നിവരാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ മെയ് 3-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞുകയറിയ പ്രായപൂർത്തിയായ പെൺകുട്ടി നൽകിയ വിവരങ്ങളാണ്. നഗരത്തിൽ ഇതര സംസ്ഥാനക്കാരെ എത്തിച്ച് നടക്കുന്ന പെൺ വാണിഭ സംഘത്തെക്കുറിച്ച് പോലീസിന് സൂചന കിട്ടിയത്. തിരുവനന്തപുരത്ത് വിവാഹ തട്ടിപ്പ് വീരവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആനാട് സ്വദേശി വിമലിനെയാണ് നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമങ്ങാട് പുലിപ്പാറ സ്വദേശികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. 2 പേരിൽ നിന്നുമായി 6 ലക്ഷം രൂപയും 5 പവൻ സ്വർണവും വാങ്ങിയ ശേഷം മറ്റു സ്ത്രീയെ വിവാഹം കഴിക്കുന്നവരെ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശികളായ 3 വിദ്യാർത്ഥികളെ കാണാതായി. ഫോർട്ട് കൊച്ചി ചെർലായിക്കടവിലെ അഫ്രീദ്, ഫാഫിസ്, അദീൻ എന്നിവർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. 3 ട്രെയിനിൽ കയറിപ്പോയെന്ന് സംശയമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കോഴിക്കോട് പുനൂർ കാന്തപുരത്ത് 2 കുട്ടികളെ വീണ് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അരങ്ങാപ്പൊയിൽ അബ്ദുൾ റസാഖിന്റെ മകൻ മുഹമ്മദ് ഫർസാൻ, മുഹമ്മദ് സാലിയുടെ മകൻ മുഹമ്മദ് അബൂബക്കർ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയുള്ള കുളത്തു നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. ഇന്നലെ വൈകിട്ട് 4-ഓടെ കുട്ടികളെ കാണാതിനെ തുടർന്ന് വീട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. രാത്രി 7-ഓടെയാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഭിന്നശേഷിക്കാരിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ 53-കാരനെ ട്രിപ്പിൾ ജീവപര്യന്തം തടവും 51,05,000 രൂപയും പിഴയും. ഇടുക്കി കൊന്നത്തടി നെല്ലിക്കുന്നമേൽ വീട്ടിൽ കുമാർ എന്ന് വിളിക്കുന്ന ലെനിൻ കുമാറാണ് ഇടുക്കി അതിവേഗ കോടതി ജഡ്ജ് ലൈജ്മോൾ ഷെരീഫ് ശിക്ഷിച്ചത്. ജമ്മു കാശ്മീരും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും അടക്കമുള്ള അതിർത്തി മേഖലയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ശാന്തമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. എവിടെയും ഡ്രോൺ സാന്നിധ്യം കണ്ടതായി സൈന്യം തിരിച്ചടിച്ച റിപ്പോർട്ടില്ല. ഇതിനിടെ പഞ്ചാബിലെ 5 അതിർത്തി ജില്ലകളിലെ സ്കൂളിൽ ഇന്ന് തുറക്കും. രാവിലെ മുതൽ ഉച്ചവരെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. എന്നാൽ ജമ്മുവിൽ സ്കൂളുകൾ തുറക്കാൻ വൈകും. രാജ്യത്തെ അടച്ചിട്ട എല്ലാ വ്യോമപാതകളിലും വിമാനത്താവളങ്ങളിലും നാളെയുടെ സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിച്ച ഓപ്പറേഷൻ സിന്ദൂരിൽ മുൻനിരയിലുണ്ടായിരുന്ന കേണൽ സോഫി ഖുറേഷിയെ മധ്യപ്രദേശ് BJP മന്ത്രി വിജയ് ഷാ ഭീകരവാദികളുടെ സൗകര്യം എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായി. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ച ഭീകര അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചു എന്നായിരുന്നു പ്രസ്ഥാന വിവാദമായോടെ അവർ നമ്മുടെ സഹോദരിമാരാണെന്നും പ്രസംഗത്തെ തെറ്റിദ്ധരിക്കരുതെന്നും വിജയ് ഷാ പിന്നീട് തിരുത്തുകയും ചെയ്തു. തമിഴ്നാടിന്റെ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനം $419.74 ബില്യൺ എത്തി. പഞ്ചാബിൽ വ്യാജമദ്യദുരന്തത്തിൽ മരണം 24. അമൃത്സറിലെ മജിദ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമങ്ങളിലാണ് മദ്യദുരന്തം ഉണ്ടായത്. മരിച്ചവരിൽ ഭൂരിഭാഗവും പങ്കാലി, പതൽപുരി, മാരാരി, കലൻ, തരൈവാൽ പ്രദേശങ്ങൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ 3ാമത്തെ ദുരന്തമാണ് സംസ്ഥാനത്തത്. ദില്ലിയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ AC പാതി വഴി തകരാറിലായെന്ന് യാത്രക്കാർ. ദുരിതം പങ്കുവച്ച് യാത്രക്കാരൻ്റെ കുറിപ്പ് പുറത്തുവതിന് പിന്നാലെ വിശദീകരണമായി കമ്പനിയും രംഗത്തെത്തി. AC കേടായെന്നും യാത്രക്കാർ അസഹ്യമായ ചൂടിൽ ദുരന്തം അനുഭവിക്കേണ്ടി വന്നുവെന്നും ചിത്രങ്ങൾ സഹിതം യാത്രക്കാരും വ്യക്തമാക്കി. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.